അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ രാപ്പകൽ സത്യാഗ്രഹ സമര പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ രാപ്പകൽ സത്യാഗ്രഹ സമര പ്രചാരണ ക്യാമ്പയിന് വർക്കല മേഖലയിൽ ആവേശകരമായ പങ്കാളിത്തം. പെൻഷൻ സംരക്ഷണത്തിനായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 10, 11 തീയതികളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിക്കുന്ന 36 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന്റെ പ്രചരണാർത്ഥം വിശദീകരണ യോഗങ്ങൾ ഓഫീസ് സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും വർദ്ധിച്ച പങ്കാളിത്തം കൊണ്ട് പ്രചാരണ ക്യാമ്പയിൻ ശ്രദ്ധേയമായി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും ഡിസംബർ 10, 11 തീയതികളിൽ 36 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർക്കല മുനിസിപ്പാലിറ്റി, ഒറ്റൂർ, ചെറുനിയൂർ, വെട്ടൂർ, മണമ്പൂർ, ഇലകമൺ, ചെമ്മരുതി, ഇടവ, പള്ളിക്കൽ, മടവൂർ, നാവായിക്കുളം എന്നിവിടങ്ങളിലെ വിവിധ ഓഫീസ് സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ച് വിശദീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വർക്കല മിനി സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി ബാലകൃഷ്ണൻ വർക്കല മേഖലാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നോർത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈ സുൽഫീഖർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺജിത്ത് AR, ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് S, മേഖലാ പ്രസിഡന്റ് TJ കൃഷ്ണകുമാർ, മേഖലാ സെക്രട്ടറി ശ്യാംരാജ് G, മേഖലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് G നായർ, ജോയിന്റ് സെക്രട്ടറി ബിജു H, ട്രഷറർ രതീഷ് RS, മേഖലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഉഷാകുമാരി KV, A സബീർ, മനോജ് J എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ക്യാമ്പയിൻ പരിപാടികളിൽ സംസാരിച്ചു.